പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരുന്ന പാർട്ടിയാണ് CPM. ഇപ്പോൾ CPM അധികാരത്തിൽ നിന്ന് പോയതിനെ തുടർന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. ആ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ആ സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് കോൺഗ്രസിനകത്ത് വലിയ ചേരിപ്പോര് എന്നൊക്കെയുള്ള നിലയിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്ന ഈ സംഭവവികാസങ്ങളെ ഒരു ചേരിപ്പോരായി വീക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്ന ഈ സംഭവവികാസങ്ങൾ ചേരിപ്പോരല്ല, മറിച്ച് ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യമാണ് കാണിക്കുന്നത് എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷക്കാലം CPM ഇവിടെ ഭരിച്ചു. CPM നേതൃത്വത്തിൽ 2 ഗവൺമെൻറ്റുകൾ ഇവിടെ ഭരിച്ചു. ആ ഗവൺമെൻറ്റുകൾ ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദഗതി എന്താ? ആ പാർട്ടിക്കകത്ത് ചേരിപ്പോരില്ല, ആ പാർട്ടിക്കകത്ത് വിഭാഗീയതയില്ല, ആ പാർട്ടി ഒറ്റക്കെട്ടാണ്. ആ പാർട്ടി എന്തെങ്കിലും തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കിയിരിക്കും. അതാണ് CPM-നെ കുറിച്ച് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം. എന്നിട്ട് പറഞ്ഞെന്താണ്? ആ പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടായിരുന്നത് 2014 ആയപ്പോൾ തീർന്നു. 2014 വരെ അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു, വിഭാഗീയത ഉണ്ടായിരുന്നു. അത് അച്യുതാനന്ദൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയതോടുകൂടി ആ വിഭാഗീയത അവസാനിച്ചു. എല്ലാം ഭദ്രമായി, പാർട്ടി ഒറ്റക്കെട്ടായി ഇങ്ങനെ നീങ്ങുകയാണ് എന്നാണ് ആ പാർട്ടിയെക്കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പാർട്ടിക്കകത്ത് വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായമില്ല. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു കാര്യം തീരുമാനിച്ച് സംസ്ഥാന സെക്രട്ടറി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സംബന്ധിച്ച് എതിർസ്വരങ്ങളൊന്നുമില്ല. അതാണല്ലോ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പാർട്ടി തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ കുറേ വിമത ശബ്ദങ്ങളൊക്കെ അതിനകത്തുണ്ടായി. എങ്കിൽ പോലും കഴിഞ്ഞ 10 വർഷക്കാലം ആ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടായിരുന്നില്ല, എല്ലാം ഭദ്രം ഒറ്റക്കെട്ടായിരുന്നു എന്നായിരുന്നു വാദം. എന്നാൽ ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം എന്താ? മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് തർക്കം, അതിനുശേഷം ഭരണം തുടങ്ങിയപ്പോൾ ചേരിപ്പോര്. ഇതാണല്ലോ UDF-നെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് സംബന്ധിച്ച് 10-15 ദിവസം ചർച്ച നടന്നു. രമേശ് ചെന്നിത്തല ആവണോ, KC വേണുഗോപാലാണോ, VD സജീവനാണോ എന്നുള്ള ചർച്ച നടന്നു. എന്നാൽ LDF-നകത്ത് എന്ത് സംഭവിച്ചു? CPM-നകത്ത് എന്ത് സംഭവിച്ചു? CPM തോറ്റു തുന്നമ്പാടിയെങ്കിൽ അവരുടെ ആദ്യത്തെ കമ്മിറ്റി കൂടിയിട്ട് വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു. അപ്പോൾ അവിടെ എല്ലാം ഭദ്രം, ഇവിടെ ആകെപ്പാടെ തർക്കം, ചക്കളത്തി പോരാട്ടം, ചേരിപ്പോര്. ഇതാണല്ലോ വാദം. ഇത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിനകത്താണ് സ്ഥിതി ഭേദം എന്നാണ് എൻ്റെ അഭിപ്രായം. CPM ആകെ തകർന്ന് ചീഞ്ഞെളിഞ്ഞ് പുഴുവരിച്ച് ചീഞ്ഞ് നാറിയിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. വിജയനെ പ്രതിപക്ഷ നേതാവാക്കി എടുത്തുകൂടി CPM-ലെല്ലാം ഭദ്രമായി എന്നാണോ സുഹൃത്തുക്കളെ? ഒരിക്കലുമല്ല. CPM-നകത്താണ് ആകെപ്പാടെ അതിഭീകരമായിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. UDF-നകത്ത് പ്രശ്നങ്ങളില്ല എന്നല്ല, അതിന് വേറൊരു സ്വഭാവമുണ്ട്. ഞാൻ അതിനകത്തേക്ക് വരാം. CPM-നകത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? CPM തകർന്ന് അടിഞ്ഞു. 64 MLA-മാരുള്ളടുത്ത് 29 MLA-മാരിലേക്ക് പോയി. CPM-ൻ്റെ കണ്ണൂർ ജില്ലയിലെ CPM തകർന്നു. പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങൾ തകർന്നു. 5-6 ജില്ലകളിൽ പാർട്ടി ഇല്ല. ആ നിലയിൽ CPM തകർന്ന് അടിഞ്ഞു. ആ തകർച്ചയ്ക്ക് ഉത്തരവാദികൾ ആരാണെന്നുള്ളത് പാർട്ടി അണികൾക്കെല്ലാം അഴിയാൻ കീഴ്ത്തിട്ടുള്ള പാർട്ടി അണികൾക്ക്. എന്നാൽ അവരെ എല്ലാം അടിച്ചമർത്തിക്കൊണ്ട് അവരാരെയാണോ തിരസ്കരിച്ചത് ആ നേതാവിനെ തന്നെ പ്രതിപക്ഷ നേതാവാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. സുഹൃത്തുക്കളെ, CPM-നകത്താണ് പ്രശ്നം. ഇനി ശ്രീമാൻ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ CPI-ക്കും CPM-നും ഒരുമിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ? അവരുടെ നിയമസഭാ കക്ഷി ചേർന്നിട്ടുണ്ടോ? അവർക്ക് ഒരുമിച്ചൊരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി CPM-നകത്ത് തന്നെ ഒരുമിച്ച് അഭിപ്രായമുണ്ടോ? അദാനിയുടെ വിഷയം വന്നപ്പോൾ പിണറായി വിജയൻ്റെ അഭിപ്രായം പറഞ്ഞു, ഗോവിന്ദൻ്റെ അഭിപ്രായം പറഞ്ഞു, KK ശൈലജ അഭിപ്രായം പറഞ്ഞു, EP ജയരാജൻ്റെ അഭിപ്രായം പറഞ്ഞു, PK ശ്രീമതിയുടെ അഭിപ്രായം പറഞ്ഞു. 100 കഷ്ണമല്ലേ ആ പാർട്ടി?
എന്നാൽ ആ പാർട്ടിക്കകത്ത് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു വിഭാഗീയത ഉണ്ടായിരുന്നു, എല്ലാം ഭദ്രമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ആ പാർട്ടിയല്ലേ തകർന്ന് അടിഞ്ഞു കിടക്കുന്നത്, ആ പാർട്ടിയല്ലേ തകർന്ന് തീരാൻ പോകുന്നത്. എന്നാൽ UDF-നകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? UDF-നകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ശരിയല്ലാത്തൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനെതിരെ എതിർ ശബ്ദങ്ങൾ ആ പാർട്ടിയിൽ തന്നെ ഉയരും. നമ്മൾ ഓരോന്നോരോന്ന് എടുത്തു നോക്കിയേ. വീര്യം കുറഞ്ഞ മദ്യം, അതിന് നികുതി കുറയ്ക്കുന്ന വന്നപ്പം PM സുധീരൻ അതിനെതിരെ അഭിപ്രായം പറഞ്ഞു, M ലിജു അതിനെതിരെ അഭിപ്രായം പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഒരു സംഘപരിവാരകാരനെ വെക്കാൻ പോയപ്പോൾ PM നിയാസ് അതിനെതിരെ അഭിപ്രായം പറഞ്ഞു. പ്ലീഡർമാരുടെ വിഷയം വന്നു, പ്ലീഡർമാരുടെ വിഷയം വന്നപ്പോഴത്തേക്കും ജിൻഡോ ജോൺ അതിനെതിരെ അഭിപ്രായം പറഞ്ഞു, അലോഷ്യസ് സേവ്യർ അതിനെതിരെ അഭിപ്രായം പറഞ്ഞു, VR അനൂപ് അതിനെതിരെ അഭിപ്രായം പറഞ്ഞു. അതാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു 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 ജൈവ സ്വഭാവം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. തെറ്റായിട്ടുള്ള തീരുമാനം അതിനകത്ത് നേതാക്കന്മാരെടുത്താൽ അതിനകത്ത് നിൽക്കുന്നവർ തന്നെ വിമർശിക്കും. ആ വിമർശനമാണ് ആ പാർട്ടിയെ വ്യത്യസ്തമാക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഞാനിപ്പോൾ കുറച്ചു മുമ്പേ ജിൻഡോ ജോണുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. ജിൻഡോ ജോൺ പറഞ്ഞു ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ അഭിമാനം. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്തുകൊണ്ടാണ്? വിമർശിക്കാനുള്ള അവസരം അതിനകത്തുണ്ട്, വിമർശിക്കാനുള്ള സ്പേസ് അതിനകത്തുണ്ട്. എന്നോട് ജിൻഡോ ജോൺ പറഞ്ഞു ഞാൻ അടിയന്തരാവസ്ഥ സംബന്ധിച്ച് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, സിഖ് വിരുദ്ധ കലാപമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ആ അഭിപ്രായങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് എനിക്ക് കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നു. അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഒരു 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 ഓർഗാനിസിറ്റി എന്നാണ് ജിൻഡോ ജോൺ എന്നോട് പറഞ്ഞത്. ജിൻഡോ ജോണിനെ പോലെ ഒരാൾ CPM-നകത്ത് നിൽക്കുമായിരുന്നു സുഹൃത്തുക്കളെ. യൂത്ത് കോൺഗ്രസ് പിന്നെ DYFI-ക്കകത്ത് എത്രയോ നേതാക്കന്മാരുടെ റഹീം മൂട് താങ്ങിയല്ലേ. റഹീം CPM-ന്റെ നേതൃത്വത്തിനെതിരെ ഒരു വാക്ക് പറയാൻ നാവ് പൊങ്ങുമോ? റഹീമിൻ്റെ പൊങ്ങുമോ? പിണറായി വിജയൻ അമർത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുന്നവന്മാരല്ലേ ഈ CPM-നകത്തിരിക്കുന്ന ഈ നേതാക്കന്മാർ, ഈ ബേബി ഉൾപ്പെടെ ഉള്ളവർ. M സ്വരാജിൻ്റെ നാക്ക് പൊങ്ങുമോ പിണറായി വിജയനെതിരെ? P രാജീവിൻ്റെ നാക്ക് പൊങ്ങുമോ പിണറായി വിജയനെതിരെ? KN ബാലഗോപാലിൻ്റെ നാക്ക് പൊങ്ങുമോ പിണറായി വിജയനെതിരെ? എന്നാൽ കോൺഗ്രസിൽ അങ്ങനെയല്ല. കോൺഗ്രസിൽ ജിൻഡോ ജോൺ ഉണ്ട്, കോൺഗ്രസിൽ അലോഷ്യസ് സേവ്യർ ഉണ്ട്, കോൺഗ്രസിൽ PM നിയാസ് ഉണ്ട്, കോൺഗ്രസിൽ VM സുധീരനുണ്ട്. അതാണ് കോൺഗ്രസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. VD സതീശൻ ഏകാധിപത്യപരമായി പ്രവർത്തിച്ചാൽ VD സതീശനെ ചോദ്യം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും KSUക്കാരും ഉണ്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുന്നത് അലോഷ്യസ് സേവ്യർ KSUവിൻ്റെ നേതാവ് എത്ര ശക്തിയുക്തമാണ് KSUവിന് വേണ്ടി പറയുന്നത്. KSUവിനെതിരെ പറഞ്ഞാൽ ഇനിയും പറയും എന്ന് പറയാനുള്ള ആർജവം അലോഷ്യസ് സേവ്യർ കാണിക്കുന്നു. മുഖ്യമന്ത്രി KSUവിനെ അപഹസിച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കും എന്ന ആർജവത്തോടുകൂടി അലോഷ്യസ് സേവ്യർക്ക് പറയാൻ കഴിയുന്നു. ഇത് കഴിഞ്ഞ 10 വർഷം ഏതെങ്കിലും ഒരുത്തൻ SFI-കാരൻ പറഞ്ഞിട്ടുണ്ടോ? ഇതൊരു ആർഷോ പറഞ്ഞിട്ടുണ്ടോ? ഇതൊരു റഹീം പറഞ്ഞിട്ടുണ്ടോ? ഇതൊരു സ്വരാജ് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പിണറായി വിജയനെതിരെ മുരണ നെക്കിയിട്ടുണ്ടോ 10 വർഷത്തിനുള്ളിൽ? അതുകൊണ്ട് അതാണ് KSUവും KSUവും SFIയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് യൂത്ത് കോൺഗ്രസും DYFIയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള വ്യത്യാസം. CPM-നകത്ത് തിരുവായ്ക്ക് എതിർവായില്ല. CPM-നകത്ത് പിണറായി വിജയനെതിരെ എഴുന്നേറ്റ് നിൽക്കാൻ ധൈര്യമുള്ള ഒരു നേതാവും അതിനകത്തില്ല. അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു 2014 വരെ, കഴിഞ്ഞ അച്യുതാനന്ദൻ പോയി. അതുകൊണ്ടാണ് CPM എന്ന് പറഞ്ഞ പാർട്ടി തകരുന്നത്. CPM-ൽ ഏകാധിപത്യമാണ്, CPM-ൽ ജനാധിപത്യമില്ല. അതുകൊണ്ട് CPM നശിക്കും. കോൺഗ്രസ് നശിക്കാതെ നിലനിൽക്കുന്നത് കോൺഗ്രസിൽ ജിൻഡോമാരുണ്ട്, കോൺഗ്രസിൽ അലോഷ്യസ് സേവ്യർമാരുണ്ട്, കോൺഗ്രസിൽ PM നിയാസുമാരുണ്ട്, കോൺഗ്രസിൽ VR അനൂപുമാരുണ്ട്, കോൺഗ്രസിൽ PM സുധീരന്മാരുണ്ട്. അതുകൊണ്ടാണ് എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്നത് ചേരിപ്പോരെന്നൊക്കെ പറയുന്നത് അബദ്ധമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. കോൺഗ്രസിൽ ജനാധിപത്യം പൂത്തുലയുന്നുണ്ട് എന്നതാണ് കോൺഗ്രസിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് CPM എന്ന് പറഞ്ഞ പാർട്ടി ഇല്ലാതാകാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ജനാധിപത്യമേ നിലനിൽക്കുകയുള്ളൂ, ഏകാധിപത്യം നിലനിൽക്കില്ല എന്ന് ഈ CPM-നകത്തുള്ള ഈ അധമന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അവരോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നിലനിൽക്കുന്നത് കോൺഗ്രസിൽ എതിർപ്പുയരുന്നത് കൊണ്ടാണ്, എതിർപ്പുയർത്താനുള്ളവർക്ക് കോൺഗ്രസിൽ സ്പേസ് ഉള്ളത് കൊണ്ടാണ് എന്ന് ഈ അവസരത്തിൽ ഈ CPM-കാർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.